ICPSCയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റൻസ് എക്സാം ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഒരു 25 തൊട്ട് ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡാഷ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെന്റർ ഫോർ വിച്ച് കോസ്റ്റ് ആർ അസർടൈൻഡ് ആൻഡ് അക്യുമുലേറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് കൺട്രോൾ. അപ്പം നമ്മൾ ഇത് കോസ്റ്റിങ്ങിലുള്ള ഏരിയ ആണ്. കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു ഒരു പർട്ടിക്കുലർ കോസ്റ്റ് നമ്മൾ ഒരു സെന്ററിലോട്ട് മാത്രം അക്യൂമുലേറ്റ് ചെയ്യും. അതിന്റെ പേരെന്നാ ആ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ പേര്. പല റെസ്പോൺസിബിലിറ്റി സെന്റർ ഉണ്ടായിരുന്നു, പ്രോഫിറ്റ്, കോസ്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു? കോസ്റ്റ് സെന്റർ, കോൺട്രിബ്യൂഷൻ സെന്റർ, കൺട്രോൾ സെന്റർ, ഔട്ട്ലേ സെന്റർ. അപ്പൊ ഇവിടെ ഏതാ വരേണ്ടത്? ആൻസർ എ ആണ് വരുന്നത്, കോസ്റ്റ് സെന്റർ. നമ്മൾ ഒരു സെന്ററിലോട്ട് കോസ്റ്റ് നമുക്ക് അസറ്റ് അല്ലെ അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 25ാമത്തെ ക്വസ്റ്റിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് സെന്റർ. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഓവർഹെഡ് ഇൻ കോസ്റ്റിംഗ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പൊ ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന ഓവർഹെഡ് റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ തെറ്റായിട്ടുള്ള ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഓവർഹെഡ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അടുത്തത് ഓപ്ഷൻ ബി വരുന്നത് ഓവർഹെഡ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓപ്ഷൻ സി വരുന്നത് ഓവർഹെഡ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ഓവർഹെഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വേരിയസ് കോസ്റ്റ് സെന്റർ ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. കാരണം ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ അവിടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നൊന്നും സെഗ്രിഗേഷൻ ഇല്ല. ഓവർഹെഡ് എപ്പോഴും ഇൻഡയറക്റ്റ് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടുത്തെ റോങ് ആയിട്ടുള്ള ആൻസർ. ഓവർഹെഡ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഇഒക്യുന്റെ ഒരു കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേറ്റ് ദ ഇഒക്യു. കൺസപ്ഷൻ പെർ മന്ത് 5000 ആണ്. ആനുവൽ തന്നിട്ടില്ലായിരുന്നു. ദെൻ പ്രൈസ് പെർ യൂണിറ്റ് വന്നിട്ട് 20 ആണ്. പിന്നെ ക്യാരിയിങ് കോസ്റ്റ് 10% ആണ്. ദെൻ ഓർഡർ വരുന്ന കോസ്റ്റ് 150 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? √2 ആനുവൽ ഡിമാൻഡ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഒക്യു കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന ഓപ്ഷൻ 3000 ആണ് ആൻസർ. നമുക്കിവിടെ ആനുവൽ കൺസപ്ഷൻ 5000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ ആനുവൽ ഡിമാൻഡ് കിട്ടും. അത് 60,000 യൂണിറ്റ് ആണ്. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് 150 ആണ്. ക്യാരിയിങ് കോസ്റ്റ് 20% ഓഫ് 10% ഓഫ് 20 റുപ്പി. അതിന്റെ പ്രൈസ് 20 ആണ്. സോ അതിന്റെ 10% അപ്പൊ 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3000 ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് 3000. ഇനി അടുത്തതും നമ്മുടെ ടൈം ബുക്കിംഗ് അതിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ടൈം ബുക്കിങ്ങും ടൈം കീപ്പിംഗിന്റെ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ആദ്യം പറയുന്നത് ടൈം കീപ്പിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ദി അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം ഓഫ് വർക്കർ. വർക്കറിന്റെ അറൈവലും ഡിപ്പാർച്ചറും മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ്. അതെന്താണ്? അത് ശരിയാണ്. ദെൻ അടുത്ത ടൈം ബുക്കിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഓൺ ഈച്ച് ജോബ്. ഓരോ ജോലിയിലും എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, ആ ജോലി എത്ര ചെയ്തു, എത്ര ടൈം ജോലി ചെയ്തു എന്നാണ് ബുക്ക് കീപ്പിംഗിൽ നോക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദെൻ അടുത്തത് ടൈം കീപ്പിംഗ് ഈസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് വൈൽ ടൈം ബുക്കിംഗ് ഈസ് ഫോർ കോസ്റ്റിംഗ്. അത് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് മെത്തേഡ് ഓഫ് ടൈം കീപ്പിംഗ് വൈൽ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഈസ് മെത്തേഡ് ഓഫ് ടൈം ബുക്കിംഗ്. അതവിടെ തെറ്റാ. നമ്മൾ ഈ ടൈം ബുക്കിംഗിന്റെ ഇത് ഓരോ മെത്തേഡ് പഠിച്ചപ്പോൾ അതിനകത്ത് ഡെയിലി വർക്ക്ഷീറ്റ്, വീക്ക്ലി വർക്ക്ഷീറ്റ് അത് പഠിച്ചല്ലേ. അതിനകത്ത് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് പഠിച്ചില്ലല്ലോ. അതും ടൈം കീപ്പിംഗിനകത്താണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് എ മെത്തേഡ് ഓഫ് ടൈം കീപ്പിംഗ് വൈൽ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഈസ് എ മെത്തേഡ് ഓഫ് ടൈം ബുക്കിംഗ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് 29ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. ഇതും നമ്മൾ മറ്റേ അബ്സോർപ്ഷൻ, അണ്ടർ അബ്സോർപ്ഷൻ, ഓവർ അബ്സോർപ്ഷൻ സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സപ്ലിമെന്റ് റേറ്റ് മെത്തേഡ്.
അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണെന്നാണ്. ആദ്യത്തെ വരുന്നത് ദിസ് മെത്തേഡ് യൂസ്ഡ് വെൻ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് ആർ ലാർജ്. അത് കറക്റ്റ് ആണ്. കാരണം നമ്മുടെ ചെയ്തിരിക്കുന്ന അബ്സോർപ്ഷൻ ഒരുപാട് ഡിഫറെന്റ്, ആക്ച്വലിനെക്കാട്ട് ഒരുപാട് മാറിപ്പോയാൽ, കൂടിയോ കുറഞ്ഞോ പോയാലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്, ഏത് സപ്ലിമെന്ററി റേറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് ശരിയാണ്. ദെൻ അടുത്തത് it is used when the under or over absorption of overhead are due to abnormal reason. Then അടുത്തത് സി in the case of under absorption supplementary rate are positive and for over ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അത് കറക്റ്റ്. ദെൻ സപ്ലിമെന്ററി റേറ്റ് ആർ കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദി എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ബൈ ആക്ച്വൽ ബേസ്. അത് കറക്റ്റ്. അതിന്റെ ഇക്വേഷൻ അതാണ്. അപ്പം ആൻസർ ബി ആണ് വരുന്നത്. ഏത് സമയത്താണ്? നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, റീസൺ കാരണം അണ്ടറോ ഓവറോ അബ്സോർപ്ഷൻ വരുന്നതിനാണ് നമ്മൾ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് വരുന്നത്, അല്ലാതെ അബ്നോർമലിനല്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ പി വി റേഷ്യോ കണ്ടുപിടിക്കാനാണ്. നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, 2 വർഷത്തെ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, 2 വർഷത്തെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിക്കുന്ന പോലെ അല്ല ഇത്. വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ആ ഇക്വേഷൻ ഇട്ടാണ് ഇവിടെ പി വി റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പം ആദ്യം 2 വർഷം 2 പീരീഡിലെയും പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. അപ്പൊ നോക്കിയേ, പ്രോഫിറ്റ് ആദ്യത്തെ എന്ന് പറയുന്നത് നെറ്റ് സെയില് 2,15,000. ആ വർഷത്തെ കോസ്റ്റ് വന്നത് 1,80,000. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇയർ കിട്ടും. രണ്ടാമത്തെ ഇയറും അതേപോലെ നെറ്റ് സെയിൽ 2,45,000, ടോട്ടൽ കോസ്റ്റ് 1,98,000 രൂപ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ രണ്ടാമത്തെ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ഈ രണ്ടെണ്ണത്തിന്റെയും പ്രോഫിറ്റ് ഇപ്പൊ ഏതാണ്? ഒരു വർഷം ആദ്യത്തേത് 47,000, രണ്ടാമത് 35,000 കിട്ടും. അപ്പൊ ഡിഫറൻസ് 12,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് വരുന്നത്. ദെൻ അതേപോലെ ചേഞ്ച് ഇൻ സെയിൽസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ വർഷം 2,45,000, പിന്നെ 2,15,000, അതിന്റെ ഡിഫറൻസ് വരുന്നത് 35,000. സോ പ്രോഫിറ്റിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 12,000-ഉം സെയിൽസിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 35,000. സോ ഇതിന്റെ പ്രൊപ്പോർഷനേറ്റ് എടുക്കുമ്പോൾ നമുക്ക് 40% പി വി റേഷ്യോ കിട്ടും. ഇക്വേഷൻ വേറെ ആയിരുന്നു, നോർമൽ ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 40%. ഇനി അടുത്തത് ഹു ഇസ് ദി ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി? ആരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി? ഓപ്ഷൻ എ ഹെൻറി ഫയോള്, FW ടൈലർ, എൽട്ടൺ മയോ, റോബർട്ട് കാൽപിൻ. അപ്പൊ ഓപ്ഷൻ ഹെൻറി ഫയോൾ ആണ് ആൻസർ വരുന്നത്. 32ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ combining of several activity from a vertical cross section of organization into one job to provide the worker with more autonomy and responsibility, represent an increase in job depth. ഇപ്പൊ ജോബിന്റെ ഡെപ്ത് കൂട്ടുക, നമുക്കുള്ള ഇതിനേക്കാളും റെസ്പോൺസിബിലിറ്റിയും ഓട്ടോണമിയും കൂട്ടുന്ന എന്താണ് പറയുന്നത്? ജോബ് എൻലാർജ്മെന്റ് ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ, ജോബ് ഡിസൈൻ ആണോ, ജോബ് എംപവർ? എന്ന് വെച്ചാൽ നമുക്ക് ചലഞ്ച്, കുറച്ചുകൂടി ജോബ് ചലഞ്ചിങ് ആക്കി ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമുക്ക് തരും. അപ്പൊ അതേതാണ്? ജോബ് എൻറിച്ച്മെന്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് ദ ഇൻഫോർമൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഗോസിപ്പ് ഓർ റൂമർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഈസ് കോൾഡ് എന്താണ്? ഗ്രേപ്പ്. ഓപ്ഷൻ എ ഗ്രേപ്പ് വൈൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സ്കാലാർ ചെയിൻ. അപ്പൊ ഏതാണ്? ഗോസിപ്സും റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് റൂട്ട് അറിയാൻ പാടില്ല. ആര് പറഞ്ഞു? ഒരാൾ വേറൊരാളോട് പറഞ്ഞു, അയാൾ വേറൊരാളോട് അങ്ങനെ പോകും. അപ്പൊ അതിന്റെ റൂട്ട് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ അത് എന്താണ്? എന്തിന് സിമിലർ ആണ്? മുന്തിരിവള്ളി പോലെ അല്ലേ അതിരിക്കുന്നത്. അപ്പൊ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്, റൂട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ 33ാമത്തെ ആൻസർ വരുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീഡർ who holding positive expectation for followers and they believing that they can do their best. As a result, they inspire, empower, stimulate followers to exceed their normal performance level. അപ്പൊ ഇത് ഏത് ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്? ഇപ്പൊ ഫോളോവേഴ്സിനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത്, ഇൻസ്പയർ ചെയ്ത്, എംപവർ ചെയ്ത് അവരെ കൊണ്ട് പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നേക്കാട്ടിൽ കൂടുതൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ട്രാൻസ്ഫോർമേഷണൽ ലീഡർ ആണോ? ഓപ്ഷൻ എ ട്രാൻസ്ഫോർമേഷണൽ, ഓപ്ഷൻ ബി വരുന്ന ലേസർ ഫെയർ ലീഡർ, സി ട്രാൻസാക്ഷണൽ ലീഡർ, സി ഡി വരുന്ന ഡെമോക്രാറ്റിക് ലീഡർ. അപ്പൊ ഏതാണ്? ട്രാൻസ്ഫോർമേഷണൽ ലീഡർ ആണ് ഫോളോവേഴ്സിനെ പോസിറ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് എംപവർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ദെൻ അടുത്തത് ഹു ഇൻട്രൊഡ്യൂസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം?
എല്ലാം ടൈലർ ഓപ്ഷൻസ് എല്ലാം ടൈലർ ആണ്. അപ്പൊ ആരാണ്? FW ടൈലർ അല്ലേ നമ്മുടെ ഇതിനകത്ത് സയന്റിഫിക് മാനേജ്മെന്റിനകത്താണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോ ഓപ്ഷൻ എ ആണ് ഫെഡറിക് വിൻസ്ലോ ടൈലർ, അല്ലെങ്കിൽ നമ്മൾ നോർമലി എപ്പോഴും പറയുന്ന FW ടൈലർ. ഓപ്ഷൻ എ. ഇനി അടുത്തത് എന്താണ്? ഷോർട്ട് ടേം പ്ലാന്റെ ആണ്. എ ഷോർട്ട് ടേം പ്ലാൻ അറ്റ് ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ലെസ് അൺസർട്ടൻ. ഏത് ടൈപ്പ് പ്ലാൻ ആണ്? ഫസ്റ്റ് സ്ട്രാറ്റജിക്, കോർപ്പറേറ്റ്, പ്രൊആക്റ്റീവ്, ലാസ്റ്റ് വൺ ടാറ്റിക്കൽ പ്ലാൻ. അപ്പൊ ഏതാണ്? ലോവർ ലെവലിലെ കാര്യമാണ്, ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വലിയ അൺസർട്ടനിറ്റി ഒന്നുമില്ല. മറ്റേ സ്ട്രാറ്റജിക്കും കോർപ്പറേറ്റും ഒക്കെ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ളതാ. സ്ട്രാറ്റജിക് ഒക്കെ നമ്മൾ ലോങ് ടേമിൽ ചെയ്യുന്നതാ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ടാറ്റിക്കൽ പ്ലാൻ ആണ് വരുന്നത്. ഇനി അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദി റൈറ്റ് പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് ഫോർ എവറി മെൻ. അപ്പൊ അത് ഏതാണ്? നമ്മുടെ 14 പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ഒരെണ്ണമാണ്. എല്ലാം അതാത് സാധനം അതാത് സ്ഥലത്തിരിക്കണം, അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ആള് കറക്റ്റ് ആയിട്ടുള്ള ജോലിയിൽ ഇരിക്കണം. അതാണ് സെൻസ് പറയുന്നത്. അപ്പൊ ഏതാണ്? ഇക്വിറ്റി, ഓർഡർ, ഡിസിപ്ലിൻ, സ്കാലാർച്ചിൻ. അപ്പൊ ഏതാണ്? ഓർഡർ ആണ്. മെറ്റീരിയൽ ഓർഡർ, സോഷ്യൽ ഓർഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. മെറ്റീരിയൽ ഓർഡർ ഓരോന്നും അതിന്റെ സ്ഥാനത്തിരിക്കണം. സോഷ്യൽ ഓർഡർ ഓരോരുത്തരും അതിന്റെ അയാളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ഇരിക്കണം. അപ്പം ഓപ്ഷൻ ബി ആണ് ഓർഡർ. ദെൻ അടുത്തത് വാട്ട് ആർ ദ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ് ആസ് പെർ 5 ഫാക്ടർ മോഡൽ തിയറി. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് എല്ലാം ഷഫിൾ ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ ഇതും പറയുന്നില്ല. ഓപ്ഷൻ സി ആണ് വരുന്നത്. ന്യൂറോട്ടിസിസം, എക്സ്ട്രാവേർഷൻ, ഓപ്പൺനെസ്, എഗ്രിബിൾനെസ്. അപ്പൊ ഇതാണ് അതിന്റെ 5 ഫാക്ടേഴ്സ് വരുന്നത്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പിന്നെ ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ 39 അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഹു ഈസ് ദി ഡെവലപ്പർ ഓഫ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്റെ ഡെവലപ്പർ ആരായിരുന്നു? പ്രൊപ്പോണന്റ് ആരാണ്? അപ്പം അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? എഡ്വേർഡ് ഡിമിങ് ആണ്. പുള്ളിയുടെയാണ് ആ 14 പ്രിൻസിപ്പിൾസ് ഇല്ല TQM. അപ്പം ഓപ്ഷൻ ബി ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന 14ാമത്തെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പേര് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദി പട്ടർണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ? ഒറ്റയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അച്ഛൻ, ഫാദർലി. അപ്പൊ ഓപ്ഷൻ സി ആണ്. നമ്മളെ ആ ലീഡർ ഒരു ഫാദർ ആയിട്ട് നമ്മളെ ട്രീറ്റ്, നമ്മളൊരു മോനെ പോലെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഓപ്ഷൻ സി ആണ്. അപ്പൊ 14 ക്വസ്റ്റ്യൻ ആണ്, അല്ല 25 തൊട്ട് 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.